സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നൽകിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ശക്തമായൊരു മഴയ്ക്കുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. ഇന്നും വിവിധയിടങ്ങളിൽ മഴ ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ളൊരു സാഹചര്യവും ഉണ്ടാകുന്നൊരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുള്ളത് ഇപ്പോൾ? വിഷ്ണു, സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ജില്ലകൾക്ക് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള മഴ മുന്നറിയിപ്പിൽ 9 ജില്ലകൾക്കാണ് അലേർട്ട് നൽകിയിട്ടുള്ളത്. ഒപ്പം 19-ാം തീയതിയോടുകൂടി ആൻഡമാൻ തീരത്തും ബംഗാൾ ഉൾക്കടലിലും കാലവർഷം കൂടി എത്തുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പൊതുജനങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. ഒപ്പം തന്നെ നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വ്യാപകമായ മഴ ലഭിക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 19, 20 തീയതികളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിനായി നൽകുകയാണ്. വിവിധ ജില്ലകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകൾക്ക് 20-ാം തീയതി ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട്. അതിനുശേഷം അന്നേ ദിവസം തന്നെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ രാത്രി വൈകി ഇനി മഴ മുന്നറിയിപ്പിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. കാരണം പല ജില്ലകളിലും പരക്കെ വ്യാപകമായി മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1 മണിക്കൂർ മുമ്പ് പെയ്ത മഴയിൽ വ്യാപകമായ വെള്ളക്കെട്ടും വലിയ രീതിയിലുള്ള കൃഷിനാശങ്ങളും റൂറൽ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആ മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഒപ്പം 19-ാം തീയതിയോടുകൂടി കാലവർഷം ദ്വീപുകളിലെത്തും. 1-ാം തീയതിയോട് അകം തന്നെ, അതായത് മെയ് 31-നകം കേരളത്തിൽ കാലവർഷം എത്തുമെന്നുള്ളതാണ് ഇന്നലെ രാത്രിയും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിലും പറയുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്ത് വരുന്ന തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ കൂടിയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ശക്തമായ ഇടിമിന്നൽ സാധ്യത, ശക്തമായ കാറ്റ് ഇവ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഈ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ സുരക്ഷിതരാക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് മറ്റൊരു മുന്നറിയിപ്പായി അവർ നൽകുന്നത്. പ്രത്യേകിച്ച് ഈ മരങ്ങൾ കടപുഴകി വീഴാനും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന മേഖലകളിലേക്കും രാത്രികാല യാത്രകൾ മലയോര മേഖലകളിൽ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാല സാധ്യതകൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. സുരക്ഷിതരല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നുള്ളതും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് സംസ്ഥാന വ്യാപകമായി പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം, അല്ലെങ്കിൽ ജാഗ്രത തുടരണം എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ കാറ്റ് ശക്തമാകുന്നതോടൊപ്പം തന്നെ നിരവധി അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇടിമിന്നൽ ഉണ്ടാകുന്നുണ്ട്. വേനൽ മഴ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ശക്തമായ കാറ്റിനൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് നൽകുകയാണ്. അത്തരത്തിലുള്ള മേഖലകളിൽ താമസിക്കുന്നവർ സുരക്ഷിതരാക്കണം. ഒപ്പം ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും സംസ്ഥാന വ്യാപകമായി ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും അപകട സാധ്യതകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനായി കൺട്രോൾ റൂമുകൾ അടക്കമുള്ള കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും ആശങ്ക ഒഴിയുന്നില്ല. സംസ്ഥാന വ്യാപകമായി വേനൽ മഴ ശക്തമാകുന്നു. ഒപ്പം തന്നെ കാലവർഷത്തെ വരവേൽക്കാൻ അല്ലെങ്കിൽ കാലവർഷം എത്താനായി കാത്തിരിക്കുകയാണ്. എന്നാലും തുടർച്ചയായ ഒരു മഴക്കാലം തന്നെയാണ് സംസ്ഥാനത്ത് ഉള്ളത്. ഉഷ്ണതരംഗത്തിനും ഒപ്പം തന്നെ ശക്തമായ വേനലിനും ഒക്കെ ഒരു ചെറിയ ഇടവേള നൽകിക്കൊണ്ടാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും പരക്കെയും ഒപ്പം തന്നെ ശക്തമായതും വ്യാപകമായ മഴ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.